ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പരസ്യജീവിത ശുശ്രൂഷയിൽ അദ്യവസാനം അവിടുത്തെ ചങ്ക് നിറഞ്ഞു നിന്ന ചിന്ത ദൈവരാജ്യം എന്നുള്ളതായിരുന്നു. വിശുദ്ധ സുവിശേഷത്തിൽ നാം വായിക്കുന്നു ഈശോയുടെ ദൗത്യ ആരംഭത്തെക്കുറിച്ച്. മർക്കോസ് 1:14-15 തിരുവചനങ്ങളിൽ യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ ഈശോ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോയുടെ 3 വർഷക്കാലത്തെ ശുശ്രൂഷയെപ്പറ്റിയുള്ള സമ്മറി സ്റ്റേറ്റ്മെൻറ്റ്സ് സുവിശേഷകന്മാർ ആവർത്തിച്ച് നൽകുമ്പോൾ അവിടെ എടുത്തു പറയുന്നതും ഈശോ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളും ചുറ്റി സഞ്ചരിച്ചു എന്നാണ്. തൻ്റെ പീഡാസഹനത്തിനും മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പുള്ള ആ 40 ദിവസങ്ങളിൽ ഈശോ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവർത്തനം 1:3 നാം വായിക്കുന്നു. ഇപ്രകാരം പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് ഈശോ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രധാന ശത്രുവായി, തടസ്സമായി ഈശോ കണ്ടത് സാത്താനെയാണ്, അവൻ്റെ രാജ്യത്തെ, നരകരാജ്യത്തെ ആണ്. മത്തായി 12:28 അതുകൊണ്ട് ഈശോ പഠിപ്പിക്കുന്നതായിട്ട് നാം വായിക്കുന്നു, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും സുനിശ്ചിതവും ദൈവസ്ഥാപിതവുമായ അടയാളവും സാന്നിധ്യവും വേദിയുമായി ഈശോ നിയോഗിച്ചിരിക്കുന്നത് തിരുസഭയെയാണ്. പത്രോസിനോട് കേസറിയ ഫിലിപ്പിയിൽ വെച്ച്, പത്രോസെ നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്ന് അരുളി ചെയ്ത ഉടൻ ഈശോ കൂട്ടിച്ചേർത്തത് നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന്. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു, ഈശോ പത്രോസിനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നതായി, ശെമയോനെ ശെമയോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കൊഴിക്കുവാൻ ഉദ്യമിച്ചു എന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈശോയെ തള്ളിപ്പറയാൻ ഇടവന്ന അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ പത്രോസ് പിന്നീട് തൻ്റെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട ദൈവജനത്തിന് എഴുതി, അലറുന്ന സിംഹത്തെ പോലെ നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നുവെന്ന് 1 പത്രോസ് 5:8 നാം അത് വായിക്കുന്നുണ്ട്. 1-ാമത്തെ മാർപ്പാപ്പയെ അനുകരിച്ച് ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ ചുമതലയേറ്റ നാൾ മുതൽ സാത്താനെ അവൻ്റെ കെണികളെയും കുറിച്ച് മുന്നറിയിപ്പ് തരുന്നതിന് വിരമിച്ചിട്ടില്ല. 2014 ഏപ്രിൽ 11 പ്രഭാത വിചിന്തനത്തിൽ പാപ്പ പറഞ്ഞു, സാത്താൻ എന്നത് പ്രിയ മക്കളെ ഒരു പഴങ്കഥയല്ല. ഈ 21-ാം നൂറ്റാണ്ടിലും അവൻ പ്രവർത്തനനിരതനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിൽ നിന്നും അവനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മാർഗങ്ങൾ നാം പഠിക്കണം. എഫെസസ് ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ അപ്പോസ്തലൻ എഴുതുന്നുണ്ടല്ലോ. അതിനായി ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നാം അറിയണം. വിധക്കാരൻ്റെ ഉപമ ഈശോ പഠിപ്പിച്ചു കഴിഞ്ഞ് അർത്ഥം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് ഈശോയുടെ പക്കൽ സ്വകാര്യമായി എത്തി ശിഷ്യന്മാരുടെ ഈശോ പറഞ്ഞില്ലേ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. സ്നേഹമുള്ളവരെ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനായി നമുക്ക് നമ്മുടെ ഉള്ളങ്ങളെ ഈശോയുടെ പക്കൽ തുറക്കാം. നമ്മൾ കണ്ടതായ സ്കോട്ട് എം പെക്ക് എന്ന സൈക്കാട്രിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ എക്സോസിസം തരത്തിലുള്ള അവിചാരിതമായ അപ്രതീക്ഷിതമായി ലഭിച്ച അനുഭവത്തെപ്പറ്റി നമ്മൾ കാണുകയുണ്ടായി. അമേരിക്കയിൽ കണക്റ്റിക്കട്ടിൽ 2005 മരിച്ച, അതിനു മുമ്പുള്ള വർഷങ്ങൾ പ്രഗത്ഭമായ രീതിയിൽ വൈദ്യശാസ്ത്ര രംഗത്ത് സേവനമനുഷ്ഠിച്ച അദ്ദേഹം തൻ്റെ ചികിത്സാ രംഗത്ത് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിയെ സഹായിക്കാനുള്ള പരിശ്രമത്തിനിടയിൽ പിശാചിൻ്റെ ഇടപെടൽ നിരീക്ഷിക്കാനും അത് തിരിച്ചറിഞ്ഞ് ഒരു ബഹിഷ്കരണ ശുശ്രൂഷ മറ്റു മാർഗമൊന്നും സഹായമൊന്നും കിട്ടാതിരുന്നുകൊണ്ട് താൻ തന്നെ
ഏറ്റെടുത്ത് നടത്തി അത് വിജയിപ്പിച്ച ആ സംഭവം. അതേപ്പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ ഗ്ലിംസസ് ഓഫ് ദി ഡെവിൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയെ സഹായിക്കാനുള്ള പരിശ്രമത്തിൽ ഒരു ഭൂതോച്ചാടന ശുശ്രൂഷ നടത്തുവാനായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ ആ സമയം മുതലാണ് അദ്ദേഹം പിശാചിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി ബോധ്യമുള്ള ആളായിട്ട് മാറുന്നത്. ആ ഒരു പ്രാർത്ഥന നടത്തി 4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, 100% എനിക്ക് ഉറപ്പായി പിശാച് എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എന്ന്. അതേപ്പറ്റി അദ്ദേഹം പങ്കുവെക്കുന്ന മറ്റൊരു കാര്യം എന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഈ ബഹിഷ്കരണ പ്രാർത്ഥന ഈ പെൺകുട്ടിക്ക് വേണ്ടി അദ്ദേഹം നടത്തി നീങ്ങിയ അവസരത്തിൽ ഈ പെൺകുട്ടിയുടെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ട ഭാവവ്യത്യാസം, സൈറ്റനിക്കായിട്ടുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, അത് അദ്ദേഹത്തെ വല്ലാണ്ട് ഉള്ളിൽ പതിഞ്ഞ് തറഞ്ഞ് നിൽക്കുന്ന ഒരു ഓർമ്മയായിട്ട് മാറി. അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് അതിനുശേഷം, ഐ ഹാവ് സ്റ്റുഡ് ബിഫോർ എ മിറർ ഫോർ അവേഴ്സ് ആൻഡ് അവേഴ്സ് സിൻസ് ദി എക്സോസിസം ട്രൈങ് ടു ഇമിറ്റേറ്റ് ദാറ്റ് സൈറ്റനിക് ഫേസ്. ആ ഒരു ഭൂതോച്ചാടന ശുശ്രൂഷ ആ പെൺകുട്ടിയെ നടത്തിയതിന് ശേഷമുള്ള നാളുകളിൽ പല അവസരങ്ങളിൽ മണിക്കൂറുകൾ അദ്ദേഹം കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ആ പെൺകുട്ടിയിൽ മാറി മാറി വെളിപ്പെട്ടതായ മുഖഭാവ വ്യത്യാസങ്ങൾ അനുകരിക്കാൻ നോക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ട്രൈങ് ടു ഇമിറ്റേറ്റ് ദാറ്റ് സൈറ്റനിക് ഫേസ്, but there was no way that I, an ordinary human, could distort my face into such a non-human expression. ഞാൻ എത്ര എൻ്റെ മുഖം ഏതെല്ലാം രീതിയിൽ ഇങ്ങനെ വികൃതമാക്കി നോക്കാൻ പരിശ്രമിച്ചോ, എന്നിട്ടൊന്നും ആ പെൺകുട്ടിയിൽ ഈ പിശാചിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട അവസരത്തിൽ കണ്ടതായ ആ ഒരു സൈറ്റനിക് മുഖം എനിക്ക് അല്പം പോലും എൻ്റെ മുഖത്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. ഇദ്ദേഹം ഈ എഴുതുന്നത് 100% യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്ന് എൻ്റെ ശുശ്രൂഷ മേഖലയിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള സമാനമായ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഈ ഡോക്ടർ പറയുന്ന പോലെ തന്നെ യഥാർത്ഥത്തിൽ സാത്താൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടും കൂടെയാണ് ഡോക്ടർ ഈ രീതിയിൽ ആ ഒരു സെൻറ്റൻസ് കുറിച്ചപ്പോൾ അതെന്നെ വല്ലാണ്ട് സ്പർശിച്ചത്. അത് 100% ശരിയാണ്. പിശാചിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക, അത് ആ വ്യക്തിയുടെ കണ്ണുകളിലേക്കാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ നമുക്കറിയാം ആ വ്യക്തിയല്ല നമ്മളെ നോക്കുന്നത്. പൈശാചികമായ ആവാസം ഒരു വ്യക്തിയിൽ വരുമ്പോൾ പൊസഷൻ എന്ന് പറയുന്ന ആ ഒരവസ്ഥയെപ്പറ്റി നമുക്കറിയാം. കുറച്ച് നമ്മൾ ഈ ദിവസം ചിന്തിക്കും. പൊസസ് ചെയ്യുകയാണ്. ഈ വ്യക്തിയെ മുഴുവനായിട്ട് ഈ പൈശാചിക അരൂപി ഏറ്റെടുക്കുകയാണ്, സകല കൺട്രോളും. അപ്പം ഈ വ്യക്തിയുടെ ചിന്ത, വാക്കുകൾ, വികാരങ്ങൾ, പ്രവർത്തനങ്ങൾ, നോട്ടം, കേൾവി, സംസാരം, ഇത് മുഴുവനും പിശാചിൻ്റെ കൺട്രോളിൽ വരികയാണ്. അപ്പം അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ ഈ പൊസഷനിൽ പെട്ടുപോകുന്ന വ്യക്തിക്ക് ഈ അവസ്ഥയിൽ താൻ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ പോയി, എന്തൊക്കെ കാണിച്ചു, ഇതേപ്പറ്റി ഓരോർമ്മയും പിന്നെ ഉണ്ടായിരിക്കുകയില്ല. അവരത് അറിയുന്നേയില്ല. കാരണം ഈ സെൻസസും ഫാക്കൽറ്റീസും മുഴുവനും പിശാചിൻ്റെ പൊസഷനിലാണ്, അവൻ്റെ കൺട്രോളിലാണ്, അവൻ്റെ ഉടമസ്ഥ കസ്റ്റഡി വരികയാണ്, അവൻ ഏറ്റെടുക്കുകയാണ്. അപ്പം അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ ഈ വ്യക്തി സംസാരിക്കുമ്പോൾ ഈ വ്യക്തിയല്ല, ഈ പിശാചിൻ്റെ അരൂപിയാണ് സംസാരിക്കുക. ആ കണ്ണിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ വ്യക്തി നമ്മളെ തുറിച്ചു നോക്കും. തുറിച്ചു നോക്കുമ്പോൾ നമ്മൾ അതുവരെയും പ്രാർത്ഥനയ്ക്ക് മുമ്പ് കണ്ട ആ വ്യക്തിയല്ല കാണുന്നത്. ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാവുന്ന ഇന്ന സ്ഥലത്തുനിന്ന് വന്ന ഇന്ന വീട്ടിലെ ഇന്ന പേരുള്ള ഇന്ന വ്യക്തി അല്ല ഇപ്പോഴും നോക്കുന്നത്. മറിച്ച് ഇത് വേറെ ഒരു പവർഫുള്ളായുള്ള എൻറ്റിറ്റിയാണ്. നമ്മൾ പ്രാർത്ഥനയുടെ കരുത്തെടുത്ത് വിശ്വാസത്തിൻ്റെ ബോധ്യത്തോടുകൂടെ അവനെ ചെറുത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ പടപൊരുതുമ്പോൾ ഈ നേർക്കുനേറുള്ള നോട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനീ പറഞ്ഞ സംഭവത്തിൽ കുറേ ആഴ്ചകളായി, ഏതാണ്ട് 2-3 മാസത്തോളമായിട്ട് ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഇതിൻ്റെ പ്രാർത്ഥന വഴി സഹായിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടുകയായിരുന്നു.
യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഇങ്ങനെ ഒരു പൊസഷനാണെന്നുള്ളത് അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രാർത്ഥന തേടി സഹായം തേടി അവർ വന്നു. കുറേ ഈ തരത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ എനിക്കുണ്ട്. അത് വെച്ചുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോഴേക്കും അവരെ ഒപ്പം അവിടെ ആൾക്കാരെ കൂട്ടി താമസിപ്പിച്ച് രാത്രിയും പകലും എന്നതുപോലെ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കേണ്ട സാഹചര്യം വന്നു. കാരണം പെൺകുട്ടിക്ക് വീട്ടിൽ പോയി താമസിക്കാൻ പറ്റുന്നില്ല, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. അവരിറങ്ങി ഓടുന്നു, സ്വയം ഉപദ്രവിക്കാൻ നോക്കുന്നു, സ്വയം മുറിപ്പെടുത്താൻ നോക്കുന്നു, സ്വയം കൊല്ലാൻ നോക്കുന്നു. ഷാള് കൊണ്ട് കഴുത്ത് വലിച്ചു മുറുക്കി, അല്ലെ ശരീരം ഇങ്ങനെ കടിച്ചു മുറിച്ച്, അങ്ങനത്തെയൊക്കെ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. അപ്പോൾ നിരന്തരം ആൾ കൂടെ വേണം, പ്രാർത്ഥനാപൂർവ്വം നിൽക്കണം. ചില അവസരങ്ങളിൽ ഈ പൈശാചിക സാന്നിധ്യം അല്പം പിൻവലിയും. അപ്പോൾ ഈ കുട്ടി നോർമൽ സ്ഥിതിയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അവൾ നോർമലായിട്ട് ഒരു പെൺകുട്ടി അവളുടേതായ തനത് വ്യക്തിത്വ രീതിയിൽ അവൾ സംസാരിക്കുകയും പുഞ്ചിരിക്കുകയും വർത്തമാനം പറയും, ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യും. പക്ഷേ എപ്പോഴാണ് അവളിലുള്ള ഈ പൈശാചിക ഒരു വെളിപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. ആ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് അന്ന് നോക്കിയപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, കുറേ മാസങ്ങളായിട്ട് പ്രാർത്ഥന തേടി വന്ന ഒരു വ്യക്തിയായിരുന്നു. ഇങ്ങനത്തെ ഒരു പൊസഷൻ കേസാണെന്നുള്ള യഥാർത്ഥത്തിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞ് പടിപടിയായിട്ടാണ് അവളിൽ ഈ പൈശാചിക ആവാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെട്ട് ബോധ്യപ്പെടാനായിട്ട് വന്നത്. അത് വെളിപ്പെടുന്നില്ലാത്ത മറ്റവസരങ്ങളിൽ അവൾ സ്വതന്ത്രമായിട്ട് നടക്കും. എല്ലാവരോടും സാധാരണ രീതിയിൽ അവരുടേതായ ശൈലിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും സ്വന്തം കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇടയ്ക്ക് പ്രതീക്ഷിക്കാതെ ഈ പൈശാചിക രൂപി വെളിപ്പെട്ട് വരുമ്പോൾ അവളുടെ സകല നിയന്ത്രണങ്ങളും അവളിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ പ്രാർത്ഥന നീണ്ടുപോയി. ദിവസങ്ങൾ കടന്ന് ആഴ്ചകൾ കടന്ന് ഏതാണ്ട് 2 മാസത്തോളം നീണ്ട ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ, അനേകം മണിക്കൂറുകൾ. ഞാനായിരുന്ന ഇടവകയിലെ ആൾക്കാർ പല ടീമുകളായിട്ട് വന്ന് പ്രാർത്ഥിച്ച്, പലരും ഉപവാസമെടുത്തും ത്യാഗമെടുത്തും ദീർഘമായിട്ട് പ്രാർത്ഥിച്ചും ഒപ്പം വന്നിരുന്ന് സഹായിച്ചും എല്ലാം അങ്ങനെ ദീർഘിച്ചൊരു പ്രക്രിയയിലൂടെയാണ് സമ്പൂർണ്ണ വിടുതലിലേക്ക് ആ കുട്ടി കടന്നു വന്നത്. ആ ദിവസങ്ങളിൽ ഈ ദൈവരാജ്യത്തിൻ്റെ അനേക രഹസ്യങ്ങളിലേക്ക് നല്ല ദൈവം എന്നെയും ഒപ്പമുണ്ടായിരുന്ന ശുശ്രൂഷകരായിട്ടുള്ള സഹോദരങ്ങളെയും ഒപ്പമുണ്ടായിരുന്ന ഇടവസം മുഴുവനെയും നയിച്ചത് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ്. പിശാചിൻ്റെ ഏറ്റവും ആഴപ്പെട്ട ഒരു ശൈലിയും സാന്നിധ്യത്തിൻ്റെ അടയാളവും സ്നേഹമുള്ളവരെ ഈ വെറുപ്പ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മയപ്പെടുത്തി പറഞ്ഞ അകൽച്ച. ഇതാണ്. അവൻ എവിടെ ഇടപെടുന്നുണ്ടോ അവിടെ അകൽച്ചയുടെ അനുഭവം ഉണ്ടാകും. ഈ ഡോക്ടർ തൻ്റെ പുസ്തകത്തിൽ അതുകൊണ്ടാണ് എഴുതിയത്, വായിക്കുന്ന നിങ്ങൾക്ക് ഇതേപ്പറ്റി പിശാചിൻ്റെ അസ്തിത്വത്തെപ്പറ്റി ബോധ്യം ഉണ്ടാവണമെന്നില്ല. കാരണം നിങ്ങളും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനിത് നേരിട്ട് കണ്ടയാളാണ്. നിങ്ങൾ കണ്ട കാര്യം എഴുതിയത് വായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു എക്സോസിസം ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഇടവന്നാൽ അപ്പോൾ നമുക്ക് ബോധ്യമാകും. ഒരു പൊസഷൻ്റെ കേസ് റിയലായിട്ട് നേരെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ ഇടവന്നാൽ അപ്പോൾ നമുക്കിത് ബോധ്യമാകും. തമ്പുരാൻ അങ്ങനത്തെ ചില അനുഭവങ്ങളിലേക്ക് ഒന്നിന് പുറകെ ഒന്നായിട്ട് എന്നെ നയിച്ചത് കൊണ്ടാണ് ഞാൻ ഈ അനുഭവങ്ങൾ ഇതുപോലെ അതിൻ്റെ വിശദാംശങ്ങൾ ചെറുത് സഹിതം ഇവിടെ തുറന്ന് പരസ്യമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിൻബലത്തിലുള്ള ഒരു ദൈവരാജ്യ ശുശ്രൂഷ, ഒരു ധ്യാനം പോലെ അന്ന് ഒരു 10-15 വർഷം മുമ്പ് ഇങ്ങനെ വളർന്നു വരാൻ ഇടവന്നു. അത് നിരീക്ഷിച്ച എൻ്റെ അഭിമന്യ പിതാവ് ജോസഫ് കല്ലറങ്ങാട്ട് എന്നോട് കൂടുതൽ പഠിക്കാനായിട്ട് പോകുന്നതിനെപ്പറ്റി പരാമർശിച്ചു. ഞാൻ ആദ്യം മടിച്ചു. ഇങ്ങനെ പിതാവ് പിന്നീടും സ്നേഹത്തോടെ അതേപ്പറ്റി പറഞ്ഞ്, അങ്ങനെ പഠിച്ചിട്ട് വന്നാൽ അച്ഛന് ഈ പറയുന്ന കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയാനായിട്ട് സാധിക്കും എന്ന് പിതാവ് വ്യക്തമാക്കിയപ്പോൾ ഞാൻ അതിനുവേണ്ടി പോയി. 50 വയസ്സുള്ള അവസരത്തിൽ ബാംഗ്ലൂർ സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരിയിൽ പോയി തിയോളജിയിൽ MDHും PhD ചെയ്യാനായിട്ട് അവസരം അങ്ങനെ കിട്ടി. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തെപ്പറ്റിയുള്ള ഒരു പഠനം ആഴപ്പെടുത്തി നടത്തുവാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഈ വിഷയം എടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ ഗൈഡ് ചെയ്യുവാനായിട്ട് എനിക്ക് അച്ഛന്മാരാരെയും കിട്ടുന്നില്ല. ഡോക്ടറേറ്റുള്ള അച്ഛന്മാർ വേണം ഒരു MDH അല്ലെങ്കിൽ PhD തരത്തിലുള്ള പഠനത്തിന് ഗൈഡ് ചെയ്യാനായിട്ട്. ഈ വിഷയം കേൾക്കുമ്പം എല്ലാവരും ഒഴിവാവുകയാണ്. സാത്താനെക്കുറിച്ച്, ഭൂതോച്ചാടനത്തെക്കുറിച്ച്, എക്സോസത്തെക്കുറിച്ച് എന്താ പഠിക്കാനിരിക്കുന്നത്? എൻ്റെ സീനിയേഴ്സായിട്ട് പഠിക്കുന്ന വൈദിക സുഹൃത്തുക്കൾ പറഞ്ഞു, അച്ഛാ ഈ വിഷയം അച്ഛൻ എടുക്കാൻ പോയാൽ ബുദ്ധിമുട്ടും,
പൂർത്തീകരിക്കാൻ പറ്റാതെ വരും. ചിലപ്പോൾ അത് ഇടയ്ക്ക് അവസാനിപ്പിച്ച് കളയേണ്ടി വരും. ഞാൻ പല അച്ഛന്മാരെ കണ്ട് സംസാരിച്ചു. അവർക്ക് ഈ വിഷയം താല്പര്യമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ അപ്പോഴൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു ചിത്രം ഞാൻ മുമ്പേ സൂചിപ്പിച്ച ആ പെൺകുട്ടിയുടെ കണ്ണുകൾ കണ്ടതായ പൈശാചിക ഭാവമാണ്. എനിക്ക് 101% ഉറപ്പാണ് പിശാച് എന്ന് ഉണ്ട്. അവൻ്റെ പിടിയിൽ പെട്ടുപോകുന്ന ആൾക്കാരുടെ ദയനീയ അവസ്ഥ എന്താണെന്നതിനെപ്പറ്റി യാതൊരു സംശയവും ഇല്ല. ആ അവസ്ഥയിൽ നിന്നൊരു വ്യക്തി വിടുതൽ പ്രാപിച്ച് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി കിട്ടുന്ന ആശ്വാസം എന്താണ്, ഫ്രീഡം എന്താണ്? ഇത് സൈക്കാട്രിയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട വിഷയമല്ല. ഇതേപ്പറ്റി എനിക്ക് നല്ല ബോധ്യമാണ്. സൈക്കാട്രിയുടെ രോഗാവസ്ഥയിൽ പെട്ടുപോകുന്ന വ്യക്തി പൈശാചികമായ അവസ്ഥയിൽ പെടുന്ന വ്യക്തിയുടെയും രണ്ടുപേരുടെയും പെരുമാറ്റങ്ങളൊക്കെ പലപ്പോഴും സമാനമായ രീതിയിൽ, സാദൃശ്യമായ രീതിയിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ സൈക്കാട്രി കേസിൽ വരുന്ന പോലെ അല്ല പൈശാചിക പൊസഷനിൽ പെട്ടൊരു വ്യക്തിയുടെ യഥാർത്ഥ അവസ്ഥ എന്നുള്ളതും പല അനുഭവങ്ങളും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ആ വിഷയമായിട്ട് തന്നെ എൻ്റെ പഠനത്തിൽ മുന്നോട്ട് നീങ്ങി. അവസാനം ഒരു അച്ഛൻ, എനിക്കറിയാവുന്ന ഒരു അച്ഛനാണ്, അദ്ദേഹം പറഞ്ഞു, ഈ അച്ഛൻ ഈ പറയുന്ന പോലെ പിശാച് എന്ന് പറയുന്നൊരു വ്യക്തിയായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഒരു ബൈബിൾ സ്കോളറാണ്. പിശാചിനെ പറ്റി ബൈബിളിൽ പരാമർശനമുണ്ട്. അതിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം, വ്യാഖ്യാനിച്ചെടുക്കണം. അത് തിന്മയുടെ ശക്തിയാണ്, തിന്മയുടെ വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അച്ഛന് നിർബന്ധമാണെങ്കിൽ അച്ഛന് വളരെ യുക്തിഭദ്രമായ രീതിയിൽ ലോജിക്കലായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് കൊണ്ടുവരാമെങ്കിൽ, ബാധിച്ച് കൊണ്ടുവരാമെങ്കിൽ ഞാൻ അച്ഛൻ്റെ ഗൈഡ് ചെയ്തുകൊണ്ട് ഒപ്പം നിൽക്കാം, അച്ഛൻ്റെ പഠനം നടക്കട്ടെ. അങ്ങനെ ഒരു ധാരണയിൽ ഞങ്ങൾ ആ ഒരു ഗവേഷണത്തിലേക്ക് ഇറങ്ങി. ആ പഠനത്തിൻ്റെ ഫലമായിട്ട് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ ഒരു പുസ്തകമാക്കി ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സേറ്റൻ, എക്സോസിസം ആൻഡ് സ്പിരിച്വാലിറ്റി. ഇതിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ, സ്നേഹമുള്ളവരെ, അത് പങ്കുവെക്കുകയാണ് നമ്മൾ ഈ ഒരു ദൈവരായ രഹസ്യങ്ങളിൽ നിന്നുള്ള പ്രബോധന പരമ്പരയിലൂടെ. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് വളരെ നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിശാച് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കയറി വരുന്നത് ചിത്രകാരന്മാരൊക്കെ പ്രത്യേകിച്ച് മധ്യകാലഘട്ടങ്ങളിലൊക്കെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന കൊമ്പും പല്ലും നീണ്ട നാക്കും തീ തുപ്പുന്നതും വാലും ഒക്കെയുള്ള കറുത്ത ചില രൂപങ്ങളുണ്ട്. അതൊന്നുമല്ല പിശാചിൻ്റെ രൂപം. പിശാചിൻ്റെ രൂപമേ ഇല്ല. അവൻ അരൂപിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, പിശാചിൻ്റെ ഇടപെടലുകളെന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ, നമ്മുടെ അടുത്തെങ്ങുമില്ല, അത് വളരെ അസാധാരണമാണ് എന്നൊക്കെ ആണ് പല ആൾക്കാർ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പക്ഷേ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ ചിന്തിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ പല രീതിയിലുണ്ട്, പല തലങ്ങളിലുണ്ട്. പൊതുവായിട്ട് പറയുന്നത് സാധാരണ പ്രവർത്തനം, ഓർഡിനറി ആക്ടിവിറ്റി ഓഫ് സൈറ്റൻ, അത് ടെംപ്റ്റിംഗ് ആണ്, പ്രലോഭിപ്പിക്കലാണ്, പാപത്തിലേക്ക് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുക. നിരന്തരം അവൻ ചെയ്യുന്ന കാര്യമാണത്. എല്ലാവരുടെ മക്കളും അവൻ ചെയ്യുന്ന കാര്യമാണത്. അതിനകത്തുനിന്നും ദൈവപുത്രനായ ഈശോ പോലും ഒഴിവാക്കപ്പെട്ടിരുന്നില്ല. തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ സുവിശേഷകന്മാർ 3 പേര് പങ്കുവെക്കുന്ന നമുക്കറിയാം. പിശാചിനെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് ഈശോ മരുഭൂമിയിലായിരുന്നു, പ്രലോഭിപ്പിക്കപ്പെട്ടുകൊണ്ട് പാപത്തിലേക്ക് തമ്പുരാൻ വെച്ചിരിക്കുന്ന വഴിയിൽ നിന്ന് വ്യതിരിച്ചു പോകാനുള്ള പല പല പ്ലാനുകൾ പദ്ധതിയിട്ട് കൊടുക്കുകയാണ്. അവിടെ പിശാച് ഈശോയെ പ്രലോഭിപ്പിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ ചിത്രകാരന്മാർ വരച്ചു വെക്കുന്നത് കാണിക്കുന്നിടത്തും പലപ്പോഴും കാണിക്കുന്നത് പിശാച് ഇങ്ങനെ വാലും കൊമ്പുമായിട്ട് നിൽക്കുന്ന രീതിയിലൊക്കെയാണ് പ്രലോഭിപ്പിക്കുന്നതായിട്ട്, കറുത്ത രൂപം മരുഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പിശാച് രൂപം ഈശ്വര പക്കൽ വന്നുവെന്ന് ആ പടം കണ്ടെന്ന് വിചാരിക്കരുത്. ഈശോയുടെ പക്കൽ പിശാചിൻ്റെ സാന്നിധ്യം വരുന്നു. ഈ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ആളിനെ കാണണമെന്നില്ല. സാന്നിധ്യ അനുഭവം, ആത്മീയ അനുഭവങ്ങളിൽ കാഴപ്പെട്ടു പോകുന്നവർക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന അനുഭവം ആൾക്കാർ പങ്കുവെക്കാറുണ്ട്. ദൈവം ഒരു സാന്നിധ്യമായിട്ട് ഒരു വ്യക്തി കയറി വരുമ്പോൾ കണ്ണു തുറന്ന് നോക്കിയില്ലേ ഒരു സാന്നിധ്യം അറിയാൻ സാധിക്കും. ശക്തമായ പ്രേരണ ഉള്ളിൽ കിട്ടുന്നു. പിശാച് സാന്നിധ്യം വന്ന് പിശാചിൻ്റെ സാന്നിധ്യം പ്രേരണയായിട്ട് ഈശോയുടെ ആ പ്രലോഭന രംഗങ്ങൾ പറയുന്നിടത്ത് ദേവാലയത്തിൻ്റെ മുകളിൽ, മലയുടെ മുകളിൽ, താൻ പ്രാർത്ഥിക്കുന്നതായ മരുഭൂമിയിൽ ഇങ്ങനെ നിലത്ത് കിടക്കുന്ന കല്ല് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒക്കെ ഈശോയുടെ ഉള്ളിലേക്ക് പിശാച് ഇട്ടുകൊടുക്കുന്ന ചിന്തകൾ, അതുവഴി അവിടെ വലിയ ബഹളം വെച്ച് അട്ടഹസിച്ച് അലറിക്കൂറി കൂവി വിളിച്ച് ഈശോയെ ഉരുട്ടി മറിച്ചിട്ടുള്ള ഒരു പെരുമാറ്റമില്ല.
വളരെ സാധാരണ രീതിയിലുള്ള സാഹചര്യത്തിലൂടെ ഈശോ ചിന്തയെ കൊണ്ടുപോകാൻ നോക്കുകയാണ്. അപ്പോൾ ഈശോ ഉൾപ്പെടെ സകല ആൾക്കാരും പിശാചിൻ്റെ കെണികൾക്ക് ഇടയാകുന്ന വേദിയാകുന്ന ഒരു സാധാരണ പ്രവർത്തനത്തിൻ്റെ തലമാണ് ഈ പ്രലോഭനം എന്ന് പറയുന്നത്. പിന്നെ അസാധാരണമായ ഇടപെടലുകളെന്ന് പറഞ്ഞുകൊണ്ട് പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്ന 5-6 കാര്യങ്ങളുണ്ട്. അതിൽ അവസാനത്തേതാണ് പൊസഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് തുറന്നുള്ള സെഷനുകളിൽ വരാം. നമുക്ക് ഈ അവസരത്തിൽ ഈ വിചിന്തനങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ എളിമയോടെ ഉള്ളു തുറന്ന് നമുക്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥനാപൂർവ്വം നല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഉള്ളങ്ങളെ ചേർക്കാം. കർത്താവായ ഈശോയെ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അങ്ങയുടെ കാൽക്കലെത്തി ചോദിച്ച് അന്വേഷിച്ച ശിഷ്യന്മാർക്ക് അങ്ങ് സന്തോഷത്തോടെ പങ്കുവെച്ച് കൊടുത്തല്ലോ. വിതക്കാരൻ വിതച്ച വിത്ത് ദൈവരാജ്യത്തിൻ്റെ വചനവിത്താണെന്ന് പറഞ്ഞങ്ങ് അതിനെതിരെയുള്ള ഒന്നാമത്തെ ഇടപെടൽ ഉണ്ടാക്കുന്ന ശത്രു പിശാചാണെന്ന് വ്യക്തമാക്കിയല്ലോ. പിശാച് എടുത്തുകൊണ്ട് പോകുന്ന വചനത്തിൻ്റെ വിത്തിനെപ്പറ്റി അങ്ങ് ചൂണ്ടിക്കാണിച്ചു. എടുത്തുകൊണ്ട് പോകാൻ ഇടവരാതെ മുളച്ചു വരുന്ന കോതമ്പ് ചെടിക്കിടയിൽ കള വിതയ്ക്കുന്ന ശത്രുവായിട്ട് പിശാചിനെ കാണിച്ചു. ഈശോയെ, അങ്ങയുടെ ഉള്ള് എന്ത് ചിന്ത കൊണ്ടാണോ നിറഞ്ഞിരിക്കുന്നത് ആ ചിന്ത ഞങ്ങളിലേക്കും പകർന്നു തരണമേ. അങ്ങ് ഇതുപോലെ ഗൗരവമുള്ള കാര്യമായി പിശാചിൻ്റെ അവൻ്റെ ഇടപെടലുകളെയും തിരിച്ചറിഞ്ഞുവെങ്കിൽ, അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് അത് അനുഭവിച്ചുവെങ്കിൽ, ഈശോയെ ഞങ്ങളും അത് തിരിച്ചറിയേണ്ടതല്ലേ? കർത്താവെ, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ, ഞങ്ങൾക്ക് വെളിച്ചം നൽകണമേ. കർത്താവായ ഈശോയെ, ഈ എളിയ ദാസനങ്ങ് പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ കനിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപതയുടെ വാഗമൺ മൗഢ്യനുപ ധ്യാന കേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും കർത്താവ് ഈ വചനം പങ്കുവെക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടായിരുന്ന, ഇപ്പോൾ ഉള്ളു തുറന്ന് അങ്ങയുടെ സ്പർശനത്തിനും അങ്ങയുടെ കൃപാ നിറവിനുമായിട്ട് കാത്തു നിൽക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ കരമുയർത്തിക്കൊണ്ട് ദാസൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രകാശം മക്കളുടെ കടന്നു വരട്ടെ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി മക്കൾ പ്രകടമാകട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിൻ്റെ ശക്തിയാൽ, തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, അങ്ങയുടെ കുരിശടയാളത്തിൻ്റെ കരുത്തിനാൽ ഈ മക്കളിൽ നിന്നും പൈശാചികമായ അന്ധകാരവും അവ്യക്തതകളും സംശയങ്ങളും പൈശാചികമായ ഇടപെടലുകളും എന്നേക്കുമായിട്ട് വിട്ടുപോകാനായിട്ട് ഇടവരട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായവും സംരക്ഷണവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.